പ്രവാസ ചിന്തയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രവാസ ചിന്തയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് യുഎഇയിലെത്തി സ്വന്തം അധ്വാനശീലം കൊണ്ട് തങ്ങളുടേതായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അറിയപ്പെടാത്ത മലയാളികളെയാണ്. ഇങ്ങനെ കർമ്മശേഷിയിലൂടെ സ്വന്തം പഥങ്ങൾ തീർത്ത നിരവധി മലയാളികളെ ജൂലൈയിൽ ദുബായിൽ ഗോൾഡൻ അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ആ പുരസ്കാര സമർപ്പണ ചടങ്ങിന് ചുക്കാൻ പിടിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ലിയാഖത്ത് അലിയാണ് പ്രവാസ ചിന്തയും അണിയിച്ചൊരുക്കുന്നത്. പ്രവാസ ചിന്തയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രവാസ ചിന്തയിൽ ഇന്ന് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ശ്രീ ത്രിനാഥനെയാണ്. ത്രിനാഥ് ദുബായ് ഷിപ്പിംഗ് മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മിഡ്സി എന്ന സ്ഥാപനം. മാത്രമല്ല സാമൂഹ്യ രംഗത്തും അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. ത്രിനാഥിനെ പ്രവാസ ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവാസ ചിന്തകളിലേക്ക് താങ്കളെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ശ്യാം. ശ്രീ ത്രിനാഥ്, താങ്കൾ ഷിപ്പിംഗ് മേഖലയിൽ അതിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ സാമൂഹ്യ രംഗത്ത് അതിനേക്കാൾ സജീവതയോടെ ഇടപെടുന്നു. വാസ്തവത്തിൽ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അവനവന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും അയൽക്കാരെ സംരക്ഷിക്കാനും സാധിക്കുന്ന വെച്ചാൽ സാമൂഹ്യ രംഗത്ത് ആരെയും സഹായിക്കാനും സാധിക്കണം. അതിനു മുമ്പ് എങ്ങനെ യുഎഇയിൽ 25 വർഷം മുമ്പ് എത്തി അന്നത്തെ സാഹചര്യം വ്യക്തമാക്കാം. അന്ന് വന്നത് പറയുകയാണെങ്കിൽ ഒരു കെമിക്കൽ ഫാക്ടറി, ക്ലീനിങ് പൗഡേഴ്സും സോപ്പ് പൗഡറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറി ജബലാലിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അതിന് അപ്ലൈ ചെയ്തപ്പോൾ ഇവർ തന്നില്ല, ലൈസൻസ് തന്നില്ല. എനിക്ക് ഷിപ്പിങ്ങിനെ പറ്റി ഒരു ചുക്കും അറിയില്ല. വാസ്തവം പറയുകയാണെങ്കിൽ തരാത്തതുകൊണ്ട് നാട്ടിൽ പോകണ്ട, എന്തെങ്കിലും ഇവിടെ ചെയ്തേ പറ്റുമെന്നായി. അപ്പോൾ അന്ന് അപ്ലൈ ചെയ്തപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടിയായിരുന്നു. അങ്ങനെ ഒരു സാസ്പർ ഷിപ്പിംഗ് എന്ന ഷിപ്പിംഗ് കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അന്ന് കണ്ടെയ്നർ എന്താണെന്ന് അറിയില്ല, നാട്ടിൽ നിന്ന് വരുന്നതല്ലേ, ഒരു പാൻറ്റും ഒരു ടീഷർട്ടും ഇട്ട് കയറി വരുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഒന്നും അറിയില്ല. അങ്ങനെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ എന്നും വൈകുന്നേരം പോയിരുന്ന് പഠിക്കും. ഷിപ്പ് എന്താണെന്നും കണ്ടെയ്നർ എന്താണെന്നും പോർട്ട് എന്താണെന്നും ഒക്കെ അന്നാണ്. ആ കൂടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കടലിൽ ഇറങ്ങി എന്നല്ലാണ്ട് പിന്നെ കടൽ കണ്ട് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചുണ്ടാക്കിയ നോളജാണ് ഇങ്ങനെ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അന്ന് ആദ്യം തന്നെ നല്ലൊരു പോസ്റ്റിൽ തന്നെ ഒരു കയറ്റിയിരുത്തി 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സാമർഥ്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വേണ്ടി ചെയ്തു തരാമെന്ന് അങ്ങനെ ആയി. അങ്ങനെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് ഇവിടുത്തെ അന്ന് ഗ്രേ മെക്കൻസി എന്ന് പറയും, ബ്രിട്ടീഷ് കമ്പനി. അതിലാണ് ജോയിൻ ചെയ്തത്. ഒരു 3 കൊല്ലം വർക്ക് ചെയ്തു അവിടെ. ആ ഒരു പരിചയം, ആ ഒരു അനുഭവം, അതിൽ നിന്നായിരിക്കാം ഈ ബിസിനസ് മേഖല ഷിപ്പിംഗിലേക്ക് വന്നത് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ എന്നതിനെ മറ്റൊരു തരത്തിൽ ഒരു മുതലാളി എന്ന് വിശേഷിപ്പിച്ചാൽ അവിടുത്തെ തൊഴിലാളികളോട് താങ്കളുടെ സമീപനം എങ്ങനെയാണ്? എൻ്റെ ഓഫീസിനെ സംബന്ധിച്ചും എൻ്റെ കാര്യത്തെ സംബന്ധിച്ചും പലർക്കും കൂടെ അറിയാം. ഒരു അതിശയം തന്നെയാണ്. ഞാൻ മുതലാളിയായിട്ടോ അതിൻ്റെ MD ആയിട്ടോ ഒരിക്കലും അവരോട് ബിഹേവ് ചെയ്യാറില്ല. അവരിൽ ഒരാളായിട്ട് ഒന്ന്. പിന്നെ അവരുടെ വളരെ സ്വകാര്യ ജീവിതത്തിലും ഞാൻ വളരെയധികം ഇടപെടുന്ന ആളാണ്. അവരുടെ ഫാദർക്ക് വല്ല ആവശ്യമുണ്ടോ, മദർക്ക് വല്ല ആവശ്യമുണ്ടോ, അവരറിയാതെ തന്നെ ഞാൻ ഇടപെടാറുണ്ട്. അല്ല, ഈ പൊതുവെ ജീവനക്കാർ ഇവിടെ കേൾക്കുന്നതാണ്. അവർ പറയുന്ന ഒരു പരാതി, എനിക്ക് എൻ്റെ MD നേരിട്ട് കാണാൻ ഒരു സങ്കോചമാണ്. അങ്ങനെ ഒരു സങ്കോചത്തിന്റെ കാരണം എന്തായിരിക്കും? പൊതുവെ അങ്ങനെ പറയുന്നുണ്ട്. ഒരു സങ്കോചത്തിന് ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ കൂടെ ഭക്ഷണം നിർബന്ധമായിട്ടും ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അധിക ശനിയാഴ്ചകളിലും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്ന് കഴിക്കും. ഓഫീസിൽ നിന്ന് തന്നെ കഴിച്ച് പിരിയുന്ന ആൾക്കാരാണ്, എത്ര തിരക്കാണെങ്കിലും. അപ്പോഴാണ് ചോദിക്കുന്നത് വ്യക്തിപരമായി നിങ്ങളുടെ പ്രശ്നം ഈ ഭക്ഷണം കഴിക്കുന്നതിന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ദേ ആർ ഫ്രീ ടു കം ടു മീ. അങ്ങനെയാണ്. അവരിപ്പോ നേരിട്ട് എന്നോട് സംസാരിക്കാൻ റെസ്ട്രിക്ഷൻസ് ഇല്ല എനിക്ക്. ഞാൻ അവരോട് സംസാരിക്കാനും എനിക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. അവരുടെ താമസ സ്ഥലത്ത് പോകാനും എനിക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഞാൻ പോകാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഏതെങ്കിലും ജീവനക്കാരൻ നേരിട്ട് അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഉത്തരവാദിത്വമാണ് ഈ സുഹൃത്തിന് അല്ലെങ്കിൽ ഈ ഒരു ജീവനക്കാരനെ സഹായിക്കുക എന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അതിന് മുമ്പേ അങ്ങനത്തെ സന്ദർഭം ഉണ്ടാക്കാതിരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. When they are free, അവർക്ക് they can come and ask me. അവർ സ്വാതന്ത്ര്യം, അതായത് ഫ്രണ്ട്ലി ആയിട്ടാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്. അതാണ് ഈ ബിസിനസിന്റെ വിജയത്തിന്റെ രഹസ്യം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവനക്കാർക്ക് അവർക്ക് പറയാനുള്ളത് വളരെ ഓപ്പണായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കും ഹൈഡ് ചെയ്യേണ്ട, അവർക്കും ഹൈഡ് ചെയ്യേണ്ട. ബോസ് സ്ലേവ് എന്ന റിലേഷനിൽ ഇത്തരം വികാരങ്ങൾ വരണമെന്നില്ല. തലച്ചോറ് കൊണ്ടാണ് പലരും ചിന്തിക്കുന്നത്. ഹൃദയത്തിന് അവിടെ സ്ഥാനമില്ല എന്നാണ് ഈ പുതിയ ഒരു സാമ്പത്തിക മാനേജ്മെന്റിൽ ചിലരെങ്കിലും പറയുന്നത്. ഞാൻ ഒരിക്കൽ എംപ്ലോയി ആയിരുന്നു, ജീവനക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആ സ്ഥാപനത്തിലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അപ്പം ഞാനൊരു എംപ്ലോയർ ആകുമ്പോൾ എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് വേണം, എന്താണ് അവർ ചോദിക്കുന്നത്. അവർ പറയാതെ തന്നെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് വേണ്ടത്. നേരത്തെ തുടക്കത്തിൽ ചോദിച്ചത് ഈ സാമൂഹ്യ സേവന രംഗം എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പേര് നന്നാവാനും പേര് ചീത്തയാവാനും കഴിയുന്ന ഒരു മേഖലയാണ് ഈ സാമൂഹ്യ സേവന മേഖല. അറിയാമല്ലോ, ഈ വിവിധ സംഘടനകൾ, ഇപ്പോൾ പ്രവാസ ലോകത്ത് അനേകം സംഘടനകളുണ്ട്. താങ്കളാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സംഘടനകളുടെ അമരത്തിരിക്കുകയും അതിനുവേണ്ടി ശരിക്കും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഈ സംഘടനകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഇന്നിപ്പോ സംഘടനകൾ ക്ലെയിം ചെയ്യാൻ, അവകാശപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇപ്പോൾ ഈ സംഘടന ഇത്ര കൊടുത്തു, ആ സംഘടന ഇത്ര കൊടുത്തു, ഞങ്ങളുടെ സംഘടന ഇത്ര കൊടുത്തു എന്ന് പറയാനുള്ള വ്യഗ്രതയാണ് കൂടുതൽ, ക്രെഡിറ്റ് കാണിക്കാൻ. അന്നത്തെ ആൾക്കാർ ഇന്നിപ്പോൾ നമ്മൾ വളരെ തുച്ഛം പേരെ കാണും. എന്താ പറയാ, നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന വലത്ത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയരുത് എന്നാ. ഇതിപ്പോ 4 കൈ അറിയണം എന്ന് വെച്ചിട്ടാണ് ആൾക്കാർ പ്രവർത്തിക്കാറ്. ദാറ്റ് ഡിഫറൻസ് ഇസ് ദർ. അല്ല, ഈ സംഘടനകളുടെ ബാഹുല്യം പ്രയോജനം ചെയ്തിട്ടുണ്ടോ അതോ ദോഷം ചെയ്തിട്ടുണ്ടോ? രണ്ടും ഉണ്ടായിട്ടുണ്ട്. പ്രയോജനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംഘടനകൾ നമ്മുടെ അവിടെ ജില്ലാ അടിസ്ഥാനത്തിൽ, താലൂക്ക് അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, ഈവൻ വില്ലേജ് അടിസ്ഥാനത്തിലുള്ള സംഘടനകൾ ഇന്ന് ദുബായിലുണ്ട്. താങ്കൾ നിരവധി സംഘടനകളുമായി സജീവ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഏതെല്ലാം സംഘടനകൾ ഏറ്റവും സജീവമായി ഇടപെടുന്നു? പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ ഉമയുടെ മെമ്പറായ അല്ലെങ്കിൽ ICWC മെമ്പറായ ഭാവന ആർട്ട് സൊസൈറ്റി, അത് 28 കൊല്ലങ്ങളോളായി 28ാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഫെബ്രുവരി തന്നെ, ഈ മാസം തന്നെ. പിന്നുള്ളത് ലയൺസ് ക്ലബ് ട്രിവാൻഡ്രം ഒയാസിസ്, അതിൻ്റെ പ്രസിഡന്റായിരുന്നു. പിന്നെ NSSൽ വളരെ ആക്റ്റീവാണ്, എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് വർക്ക് ചെയ്യുന്നു. ICCയുടെ പ്രസിഡന്റ്, ഇന്റർ കൾച്ചറൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. OICCയിലെ ഇവിടുത്തെ മെമ്പറാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. പിന്നെ ഇവിടെ പ്രവാസി ഇതിൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു, സ്ത്രീധന വിരോധന സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നു. അത് വളരെ ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. ആക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കാനുള്ളത്, ഡെഡായിട്ട് ഇരിക്കുന്നതിനേക്കാൾ. താങ്കൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവായി ആരെയാണ് കാണുന്നത്? എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ഞാൻ കാണുന്നത്, ഞാനൊരു NSSന്റെ ഒരു മെമ്പറും കൂടിയാണ്, ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം കേരളത്തിൽ നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സാമൂഹ്യ എന്താ പറയാ പ്രതിബദ്ധത വളരെ അധികമായിരുന്നു. ത്രിനാഥിന്റെ അർത്ഥം എന്താണ്? ത്രിനാഥ് എന്ന് പറഞ്ഞാൽ 3 ഭാവങ്ങൾ. ഒന്ന്, അല്ലെങ്കിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മ. 3 ഫേസസ് ഓഫ് അവർ ലൈഫ്, ബർത്ത്, ഡെത്ത് ആൻഡ് പ്രസന്റ്. ഈ പേരിൽ നല്ല അഭിമാനമുണ്ടോ ത്രിനാഥ്? പേരിൽ എനിക്കല്ല അഭിമാനം, എൻ്റെ പേരിൽ അഭിമാനം എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ് വേണ്ടത്. കാരണം അവരാണ് ആ പേരിട്ടതെങ്കിൽ ആ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടത് എൻ്റെ കടമ, മകൻ എന്നുള്ള നിലയ്ക്ക്. ഈ മക്കളുടെ പേരും ത്രിയിലാണല്ലോ തുടങ്ങുന്നത്? അതെ. മൂത്ത മകൾ ത്രിവേണി, രണ്ടാമത്തെ മകൾ തൃഷ്ണ, മൂന്നാമത്തെ മകൾ തൃതീയ. അവർക്ക് എന്ത് ചെയ്യുന്നു? മൂത്ത മകള് IIT മെഡ്രാസിൽ M.Tech പഠിക്കണം. രണ്ടാമത്തെ ആള് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ B.Tech പഠിക്കണം. മൂന്നാമത്തെ പെൺകുട്ടി ഇവിടെ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ 11th പഠിക്കും. അപ്പോൾ മക്കളുടെ പേര് പറഞ്ഞു, അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഭാര്യയുടെ പേര് വെള്ളത്തോൾ യമുന. എൻ്റെ എല്ലാ വിജയത്തിന് പിന്നിലും അവൾക്കാണ് കൂടുതൽ പങ്ക്. ഈ വള്ളത്തോൾ, മഹാകവി വള്ളത്തോളിന്റെ കുടുംബം? അതെ. വെള്ളത്തോൾ നാരായണ മേനോന്റെ പേരക്കുട്ടിയുടെ മകളാണ്. നാരായണ മേനോൻ ജനിച്ച വീട്, തറവാട്, അവിടെയാണ് അവൾ ഇപ്പോഴും താമസിക്കുന്നത്, വെള്ളത്തോൾ കൊണ്ടയൂർ ചേനരയില്. വലിയ കാവ്യ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണിയാണ്
ആ കുടുംബത്തിലെ കണ്ണിയാണ് താങ്കളുടെ ഭാര്യയായി വരുന്നത്. അത് വലിയൊരു സംഭവമാണ്. എങ്ങനെയാണ് ഈ സാംസ്കാരിക ജീവിതം? സാംസ്കാരിക ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട് നിൽക്കുന്നതും വെള്ളത്തോൾ ജനിച്ച വീട് നിൽക്കുന്നതും ഒരു 5 മിനിറ്റ് നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഞങ്ങളുടെ നാടിനെ പറ്റി കൂടുതൽ പറയേണ്ട തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്ഥലമാണ്, കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ സ്ഥലമാണ്, വെള്ളത്തോൾ നാരായണ മേനന്റെ സ്ഥലമാണ്. അപ്പോൾ കവികളെ കൊണ്ടും പിന്നെ തൊട്ടടുത്ത് തന്നെ നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ഒരു ബന്ധുവും കൂടിയാണ്. പിന്നെ ഉറൂബ് എല്ലാം അടുത്തടുത്താ. ഒരു വളരെ പിന്നെ എം ടി വാസുദേവൻ, പുഴ കടന്നാൽ എം ടി വാസുദേവൻ നായർ. ഈ ചേന്നര എന്ന് പറയുന്ന ഗ്രാമം തന്നെ ഭാരതപ്പുഴയും തിരൂർ പൊന്നാനിപ്പുഴയും കടലിലോട് ചേരുന്നുള്ള സ്ഥലമുള്ള ഗ്രാമമാണ്. അപ്പോൾ വളരെ അതിസുന്ദരമായ പ്രദേശം, ജനങ്ങളും അതീവ സ്നേഹത്തോടെ ജീവിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ. അപ്പോൾ സാംസ്കാരികമായിട്ടും വളരെ ഉന്നമനത്തിലുള്ളതാണ്. ഈ മക്കളൊക്കെ കവിത എഴുതാറുണ്ടോ? രണ്ടാമത്തെ മകൾക്ക് വളരെയധികം വാസനയുണ്ട് കവിതകളിൽ. അവളുടെ ഒരു ബുക്ക് പഠിത്ത് ഇംഗ്ലീഷ് കവിതകൾ എഴുതാറ്. അപ്പോൾ മകളുടെ കവിതയുടെ ആസ്വാദകനാണോ അതോ നിരൂപകനാണോ? ഞാൻ ആസ്വാദനം നിരൂപണം ഒന്നിച്ച് നടത്തുന്ന ആളാണ്. നിരൂപണം പറഞ്ഞാൽ അവളത് തർക്കിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഐ ഹാവ് ടു സേ യെസ്. ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പർദീസ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പോളിസി, ഇവിടുത്തെ ഭരണാധികാരികളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഭരണാധികാരികൾ വളരെയധികം നല്ലവരായതുകൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സാമൂഹ്യ സാങ്കേതിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ നമ്മൾ സാംസ്കാരികമായി പിന്നോട്ട് പോവുകയും സാമ്പത്തികമായി മുന്നോട്ട് വരികയും ചെയ്ത ഒരു സംസ്ഥാനമായിട്ട് വിലയിരുത്തുന്നുണ്ട്. താങ്കൾ ദുഃഖിപ്പിക്കാറുണ്ട് ഇതൊക്കെ? നാട്ടില് അഭിമാനിക്കാറുണ്ട്. കേരളം ഒരു ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ്. ഈ ലിറ്ററേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ABCD എഴുതാനും വായിക്കാനും അറിയാന്നുള്ള ഒരു മണ്ടത്തരമാണ് നമ്മൾ മനസ്സാരിക്കുന്നത്. ലിറ്ററസിയേക്കാളും വല്ലതുകൊണ്ട് അവൻ വ്യക്തിപരമായിട്ട് ബുദ്ധിപരമായിട്ട് എങ്ങനെ ജീവിക്കുന്നു, സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു, അതിനെയാണ് എനിക്ക് ലിറ്ററസി എന്ന് പറയാൻ തോന്നുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മയെ അമ്മയായി കാണാനും സഹോദരിയെ സഹോദരിയായി കാണാനും ഭാര്യയെ ഭാര്യയായി കാണാനും സാധിക്കുമായിരുന്നു. ഒരു ചോദ്യം കൂടി, ഇതുവരെയുള്ള ജീവിതം, നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, താങ്കൾ എന്താണ് പഠിപ്പിച്ചത്? എൻ്റെ ഈ ജീവിതം മുഴുവൻ പഠിപ്പിച്ചത് ഹാർഡ് വർക്ക് പേസ്. എപ്പോഴും വളരെ സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ നീക്കുക, ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഏത് കാര്യത്തിലും സക്സസ് ആവാം, പെർമനന്റ് വിജയമാവാം എന്ന് വിചാരിക്കും. എന്തായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ താങ്കളുടെ ചിന്തകൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുകയാണ്. ഇഷാമിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന പീപ്പിൾസ് ടിവിക്കും നന്ദി പറയുന്നു. പ്രവാസ ചിന്തയിൽ ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി ശ്രീ KA ചന്ദ്രനാണ്. ശ്രീ KA ചന്ദ്രൻ ദുബായ് ആസ്ഥാനമായ ബിൽഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി അൽ അഫ്ലാജിന്റെ സാരഥിയാണ്. 3 പതിറ്റാണ്ട് പരിചയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അടിയുറച്ച സാമൂഹ്യ ബോധത്തിന്റെ ഉടമ കൂടിയാണ്. ശ്രീ KA ചന്ദ്രൻ. പ്രവാസ ചിന്തകളിലേക്ക് താങ്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അൽ അഫ്ലാജ് കോൺട്രാക്ടിംഗ് കമ്പനി, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, സാരഥി എന്നാണ് ശരിക്കും പറയേണ്ടത്, KA ചന്ദ്രൻ. തുടക്കം എങ്ങനെയായിരുന്നു ഈ കമ്പനിയുടെ? തുടക്കം ഒരു 5 ജോലിക്കാരായിട്ട് ഒരു ചെറിയ സ്ഥാപനമായിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഹാർഡ് വർക്കും സത്യസന്ധതയും ഒക്കെ അതായത് പതുക്കെ പതുക്കെ സ്ഥാപനം വളരുകയായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ആദ്യം വരുന്ന 30 വർഷം മുമ്പ് ഗൾഫിലെത്തുന്നു, അന്നത്തെ അവസ്ഥ അതൊക്കെ ഒന്ന് വിശദീകരിക്കാം. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ബോംബെയിൽ കൂടി ഒരു വിസയിലൊരു കമ്പനിയിലെത്തി. ആ കമ്പനി ദുബായ് പോലീസിന്റെ ക്വാർട്ടേഴ്സിലെ ചില ജോലി ചെയ്യും. പോലീസ് അധികാരികളായതിന്റെ ഓഫീസറായിട്ട് ബന്ധപ്പെടേണ്ടി വന്നപ്പോൾ അദ്ദേഹമായിട്ട് പരിചയത്തിലാവുകയും അങ്ങനെ പുള്ളി അവിടെ പോലീസിലേക്ക് വരുന്നു എന്ന് ചോദിക്കുകയും അങ്ങനെ അവിടെ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ പതുക്കെ പോലീസിൽ എന്ന് പറയുമ്പോൾ ഉച്ചവരി ജോലി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഓഫീസിൽ ജോലി ചെയ്യുകയും അങ്ങനെ കൂടുതൽ അടുപ്പാകുകയും
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വേറെ പോലീസിൽ നിന്ന് വിട്ട് വേറെ ഈ കമ്പനി തുടങ്ങിയുണ്ടായിരുന്നു. താങ്കളുടെ ഈ വിജയത്തിന് പിന്നിൽ നേരത്തെ പറഞ്ഞ ദുബായ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ വലിയൊരു സഹായമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാണ്. അദ്ദേഹം അകമഴിഞ്ഞിട്ട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാധീനം സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ റൂളേഴ്സ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന ബന്ധം സഹായിച്ചിട്ടുണ്ട്. പുള്ളിന്റെ സഹായം കൊണ്ടാണ് ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനും ഈ നിലയിലെത്താൻ സാധ്യതയായിരുന്നു. അന്ന് 5 പേരുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? ഇപ്പോൾ ഒരു 150 ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനു മുമ്പിട്ട് നമ്മൾ പോകേണ്ട സമയത്ത് 250 കൂടുതൽ ആളുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കായിരുന്നു. പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ചുറ്റുപാടുണ്ട്. ഏകദേശം ഒരു 50% സ്റ്റാഫിനെ നമ്മൾ കുറക്കുണ്ടായിരുന്നു, എഞ്ചിനീയേഴ്സും ലേബേഴ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ വിഷമം തോന്നിയിരുന്നു? തീർച്ചയായിട്ടും വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നല്ല ടെക്നീഷ്യൻസ്, നല്ല കമ്പനിയോട് കൂറുള്ള ലേബേഴ്സ്. പക്ഷേ സ്ഥാപനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓവർഹെഡ് താങ്ങാൻ പറ്റത്തില്ല. 250 ആളെ ശമ്പളവും അവരുടെ അക്കോമഡേഷൻ മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടാണെന്ന് തോന്നി. വാസ്തവത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് നല്ലതെന്ന് ഇപ്പം തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂലായിരുന്നു, ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് തീർച്ചയായും വരുമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോഴത്തെ സ്ഥിതി കുറച്ചും കൂടി പതുക്കെ മെച്ചപ്പെട്ടു വരികയാണ്. ഈ കമ്പനിയിലെ ഇത്രയും അധികം തൊഴിലാളികളുമായിട്ട് താങ്കൾ എങ്ങനെയുള്ള ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്? എല്ലാ ആൾക്കാരുമായിട്ട് വളരെ പേഴ്സണൽ ബന്ധമാണ്. പലപ്പോഴും ലേബർ ക്യാമ്പ് പോവുകയും അവരുടെ ആവശ്യങ്ങളും പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്ക് പേഴ്സണലായിട്ട് സഹായിക്കുകയും നാട്ടിലുള്ളവരെ സാമ്പത്തിക വിഷമതകളിൽ സഹായിക്കുകയും അങ്ങനെ ഒരു ലേബറുമായിട്ട് തൊഴിലാളികളുമായിട്ട് നല്ല അടുത്ത ബന്ധം, തൊഴിലാളികളുടെ ഒരു സഹകരണം കൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും തൊഴിലാളികൾ സംതൃപ്തരാണ്. തുടക്കത്തിൽ താങ്കളെ സഹായിച്ച ദുബായ് പോലീസിലെ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം വഴിയാണോ ഈ ഇവിടുത്തെ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത്? അതെ അതെ, മേജർ അബ്ദുൾ റഹ്മാൻ ഹസൻ അൽ മുത്തവ, അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ കൂടി റൂളേഴ്സ് ഫാമിലിയിലെ ഒരു പ്രൊജക്ട് കിട്ടുകയും ആ പ്രൊജക്ട് വളരെ ടൈമിന് അഗ്രിമെന്റിൽ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീർക്കുകയും അവരൊക്കെ വളരെ ഹാപ്പിയായി. അതിൽ കൂടി അവർ കൂടുതൽ പ്രൊജക്ട് തരുകയും ഒരു പാലസും റൂളേഴ്സ് ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ കുറെ കൊമേഴ്സ്യൽ ബിൽഡിങ്, റൂളേഴ്സ് ഫാമിലിയിലെ അടുത്ത പല ഷെയ്ഖുമാരായിട്ടും വളരെ അടുത്ത ബന്ധം. അവർ പല പ്രൊജക്റ്റും നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാം. മാഹിയെ കുറിച്ച് പറയാം. മാഹി എല്ലാ പ്രവാസികളെ പോലെ തന്നെ എനിക്കും മാഹി അവരവരുടെ നാടായ എൻ്റെ നാടായ മാഹിയോട് എനിക്കും തീർച്ചയായിട്ടും മമതയും ഒക്കെ ഉണ്ട്. മാഹി ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്. അതെ. താങ്കൾ വിചാരിക്കുന്നുണ്ടോ മാഹി കേന്ദ്രഭരണ പ്രദേശമായി നിലനിൽക്കാതെ കേരളവുമായിട്ട് ചേർന്നിരുന്നെങ്കിൽ നന്നായിരുന്നു? മാഹിയിലെ നിവാസികൾക്ക് കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും കേരളത്തോട് ലയിക്കാൻ അനുകൂലിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിൽ ലയിക്കണം എന്നാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായ കാര്യങ്ങളിൽ കേരളത്തിൽ ലയിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പോണ്ടിച്ചേരി പോകണം, പിന്നെ അത്തരം കാര്യങ്ങൾ. പക്ഷെ ആനുകൂല്യങ്ങളെല്ലാം കണക്കിലെടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് തുടരുന്നതാണ് നല്ലത്. പക്ഷെ ഇത്രയും നല്ല സൗകര്യങ്ങളും ഒരുപാട് പരിഗണനയും കിട്ടുന്ന മാഹിയിൽ നിന്നും താങ്കൾ തിരുവനന്തപുരത്തേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയാണ് കൂടുതൽ സൗകര്യം. പിന്നെ വൈഫിന്റെ സിസ്റ്ററൊക്കെ അവിടെ സെറ്റിലാണ്. ആ ഒരു പരിഗണന വെച്ചിട്ട് അവിടെ സെറ്റിൽ ചെയ്താലോ എന്നൊരു ആലോചന.
നമ്മുടെ നാടും ഇവിടെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടുത്തെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങളിലും പ്ലസ് പോയിന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അതോറിറ്റി, ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് മുനിസിപ്പാലിറ്റി, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, RTA അധികാരികളെത്തൊക്കെ സമീപിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ സീനിയർ ഓഫീസർ ആയാലും ശരി, ഉയർന്ന സീനിയർ ഓഫീസർ, മുനിസിപ്പാലിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നു. നമ്മളെ പ്രശ്നങ്ങൾ പഠിക്കുകയും കഴിയുന്നത്ര വേഗത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. വളരെ പ്രശംസിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇവിടെയുള്ള ഒരു പരിഗണന നാട്ടിൽ ചെന്നാൽ ലഭിക്കില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. അനുഭവത്തിൽ നിന്നാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രശ്നത്തിന് ഭരണാധികാരികളെടുത്ത് ഞങ്ങൾ സമീപിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് തരുന്ന സഹകരണം നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നാട്ടിലേക്ക് ഒരു സംരംഭം ആലോചിക്കുക പോലും ചെയ്യാത്തതിന്റെ പിന്നിൽ ഒരുപക്ഷെ ഈ ഒരു പരിഗണന ലഭിക്കാത്തത് കൊണ്ടായിരിക്കും. അതെ, അത് തന്നെയാണ് കാരണം. നമ്മുടെ നാട് മാറുമെന്ന പ്രതീക്ഷയുണ്ടോ? ഇതുവരെയുള്ള അനുഭവങ്ങളും ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന പല സംഭവങ്ങളിലും വെച്ച് നോക്കുമ്പോൾ അത്തരം ഒരു പ്രതീക്ഷയില്ല. അല്ല, ഈ സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നാട്ടിൽ പോയി താമസിക്കുന്നതാണോ നല്ലത്, അതോ ഇവിടെ നിൽക്കുന്നതാണോ നല്ലതെന്ന് തോന്നാറുണ്ടോ? ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇനി നാട്ടിൽ നിന്നും വീട്ടിലേക്ക് വരാമെന്ന്, വീട്ടുകാരൊക്കെ എങ്ങനെയാണ്? ഈ ബിസിനസ്സുമായിട്ട് നന്നായിട്ട് സഹകരിക്കുന്നവരാണ്? ബിസിനസ്സുമായിട്ട് വീട്ടുകാരൊക്കെ പൂർണ്ണ സഹകരണമാണ്. ഭാര്യ സുകന്യ, മകൾ സോന ഇപ്പോൾ BTech കഴിഞ്ഞ്, രണ്ടാമത്തെ മകൾ സിൻസി പൂനെയിൽ BCom പഠിക്കാണ്. സോന BTech കഴിഞ്ഞു. ഇവിടെ ദുബായിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? BTech കഴിഞ്ഞ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ട്രേഡിങ്. വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ലോക്കൽ സപ്ലൈ ചെയ്യും, മറ്റ് ചില ഗൾഫ് രാഷ്ട്രങ്ങളിൽ കയറ്റിയൊക്കെയും ചെയ്യുന്ന ഒരു പുതിയ സംരംഭം. ഈ സംഘടനാ തലത്തിൽ എങ്ങനെയാണ്? കാരണം ഒരുപാട് സാമൂഹ്യ സംഘടനകൾ, പ്രവാസി സംഘടനകൾ വളരെ സജീവമായിരിക്കുന്ന ഒരു കാലമാണ്. മാഹിക്കും അങ്ങനെ ഒരു പ്രവാസി സംഘടനയുണ്ടോ? തീർച്ചയായിട്ടും മാഹിയുടേതായ